അങ്ങനെ ജോസ് കെ മാണി തൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുകയാണ്. പാർട്ടിയെ BJPയിൽ ലയിപ്പിക്കാൻ ഒരുങ്ങുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ BJPയിലേക്ക് ലയിപ്പിച്ച് BJP ടിക്കറ്റിൽ നിന്ന് മത്സരിക്കാനാണ് അദ്ദേഹം തയ്യാറെടുക്കുന്നത്. എന്നാൽ ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും അതുപോലെ റോഷി അഗസ്റ്റിനുമൊന്നും ഇത്തരത്തിൽ ഒരു തീരുമാനത്തിന് തയ്യാറെടുക്കുകയില്ല. കാഞ്ഞിരപ്പള്ളി MLA ആയ പ്രൊഫസർ N ജയരാജും അതുപോലെ റാന്നി MLA ആയ പ്രമോദ് നാരായണും കൃത്യമായും BJPയുടെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ജോസ് കെ മാണിയോടൊപ്പം പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ ബാക്കി 3 MLA മാർ അവർ കൃത്യമായും UDF പാളയത്തിൽ തന്നെ ചേക്കേറാൻ തീരുമാനിക്കുകയാണ്. റോഷി അഗസ്റ്റിൻ മന്ത്രിസ്ഥാനം ഉടൻ തന്നെ രാജിവെക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ജോസ് കെ മാണിയുടെ MP കാലാവധി അത് അവസാനിച്ചാൽ വീണ്ടും പുതുക്കി കൊടുക്കുകയില്ല എന്ന് LDF കട്ടായം പറഞ്ഞതോടെ ജോസ് കെ മാണിക്ക് BJP നൽകുന്ന ആനുകൂല്യം കൈപ്പറ്റേണ്ട ആവശ്യകതയിലേക്ക് എത്തി നിൽക്കുകയാണ്. കുടുംബത്തിന് ഇട്ടുമൂടാനുള്ള സ്വത്ത് ഉണ്ടെങ്കിലും ജോസ് കെ മാണി രാഷ്ട്രീയത്തിൽ ഒരു ബിഗ് സീറോ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് അപമാനം ഏൽക്കേണ്ടി വരുന്നുണ്ട്. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലായിൽ BJP സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അതും കൂടി BJPയിൽ നിന്നും ഉറപ്പിച്ചതിന് ശേഷമാണ് ജോസ് കെ മാണി കൃത്യമായും രാജ്യസഭയിലേക്ക് BJP ടിക്കറ്റിൽ വീണ്ടും പോകാൻ ഒരുങ്ങുന്നത്. BJP കൃത്യമായി പറഞ്ഞത് കേരള കോൺഗ്രസ് M എന്ന രീതിയിൽ BJPയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ BJPയിൽ ലയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആനുകൂല്യം തരാം എന്നതായിരുന്നു. LDFിലോ UDFിലോ നിന്നതുകൊണ്ട് വ്യക്തിപരമായ ഒരു നേട്ടവും ജോസ് കെ മാണിക്കില്ല. നിലവിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന ജലവകുപ്പാണ്. എന്നാൽ അത് പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്ന റോഷി അഗസ്റ്റിനാണ്. ജോസ് കെ മാണിക്ക് അവിടെ ഒന്നും കൈയിട്ട് വാരാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട് എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ പ്രതിയോഗികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഏതായാലും ജോസ് കെ മാണി എടുത്ത തീരുമാനം PC ജോർജിനും ഷോൺ ജോർജിനും ഒപ്പം BJPയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ജോർജ് കുര്യൻ അടക്കമുള്ള BJPയിലെ ക്രൈസ്തവർ വലിയ രീതിയിൽ ആനന്ദ നൃത്തം ചവിട്ടുകയാണ് എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നിലവിൽ വഖഫ് നിയമ ഭേദഗതി വിഷയത്തിൽ ബില്ലിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ ജോസ് കെ മാണി ഇല്ല എന്നുള്ളത് അദ്ദേഹം 2 വഞ്ചിയിൽ കാല് വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി തന്നെ കണക്കാക്കാം എന്ന് പറയാം. നിലവിൽ ജോസ് കെ മാണിക്ക് അങ്ങനെ ചെയ്യാനേ പറ്റൂ. അദ്ദേഹത്തിന് എത്ര കാലുകളുണ്ട്, എത്ര വഞ്ചിയിൽ കാല് വയ്ക്കണം എന്നത് ഇപ്പോഴും ഒരു പിടിയില്ലാത്ത കാര്യമാണ്. നിലപാടിൽ ഉറച്ചു നിൽക്കാതെ എപ്പോഴും ചാടിക്കളിക്കുന്ന ഒരവസ്ഥയാണ്. മനസ്സങ്ങനെയാണല്ലോ, ചാഞ്ചാടും. മാണിയുടേതല്ലേ മകൻ.